Welcome back to another vlog, guys. സോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഡ് എടുത്തിട്ട് നമ്മൾ പോകുന്നത് വില്ലിവാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് കാമറാസാല ഏരിയ ആണ്. നമ്മൾ വടപ്പഴനി വടപ്പഴനി ഫ്ലൈ ഓവറാണിത്. മോർണിംഗ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ അരുമ്പാക്കം എത്തി. ഒരു CMBT ഫ്ലൈ ഓവറാണിത്. ഏഷ്യൻ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് ഉള്ള സ്ഥലം. പഴയ കാലത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ കോയമേട് ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളത് വില്ലിവാക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവർ കയറുകയാണ്. വന്ദേ ഭാരത് അവിടെ പുതിയത് നിൽക്കുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫ്ലൈ ഓവറിൽ നിന്ന് റൈറ്റ് എടുത്താണ് പോകേണ്ടത്. പണ്ടൊക്കെ ഈ സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇഞ്ച് മാത്രം നീങ്ങിയിരുന്ന സ്ഥലമാണ്. ഈ പാലം വന്നേപ്പിനെ അത്രയും ഫ്രീ ആയത്. നമ്മൾ ഏതാണ്ട് ഡ്രോപ്പ് ലൊക്കേഷൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇത് ഇറക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് കയറ്റിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് കയറ്റി കമ്പനിയിൽ നിന്ന് ബില്ല് റിസീവ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇത് വില്ലിവാക്കം പാടി ഫ്ലൈ ഓവർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഇറക്കേണ്ട സ്ഥലം നമുക്ക് പട്ടാഭിരാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 17 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പത്തൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ മെയിൻ റോഡിൽ കൂടെ പോകുന്നില്ല. ഞാനിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അയ്യമ്പാക്കം അവിടെ വഴിക്കാണ് ഞാൻ പോണത്. ആ വഴിക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ട്രാഫിക് കുറവാണ്, സിഗ്നൽ കുറവാണ്. അപ്പോൾ ഇതാണ് ആ വഴി. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിത് ആവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ്റെ ഏതാണ്ടൊക്കെ അടുത്തെത്തി. അപ്പോൾ നമ്മളിതേ ഗൈസ് പട്ടാഭിരാം എത്തി. പട്ടാഭിരാമിൻ്റെ ട്രെയിൻ പോകുന്നു. സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പട്ടാഭിരാമിൽ പോയിട്ട് ലോഡ് ഇറക്കിയിട്ട് നമുക്ക് നോക്കാം ഗൈസ്. ഏതാണ്ട് അടുത്തൊക്കെ എത്തി നമ്മൾ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ലോഡ് എടുക്കാനായിട്ട് തിരുമുല്ലവായലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂർ ശേഷമാണ് അടുത്ത ലോഡ് കിട്ടിയത്. അപ്പോൾ തിരുമുല്ലവായൽ സിഡ്കോ ആണിത്, വുമൻസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് കയറ്റിയിട്ട് അടുത്ത് തന്നെയാണ് ഇറക്കേണ്ടത്. ഒരു ഹൈഡ്രജൻ സിലിണ്ടറാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കയറ്റി ഇറക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത ലോഡ് കയറ്റുകയാണ്. അടുത്ത ലോഡ് കയറ്റി നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ അമ്പത്തൂരിലേക്ക് പോവാണ്. കംപ്രസറാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട് അമ്പത്തൂരിലേക്ക്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൊക്കെ മഴക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വഴിയാണ്. വെള്ളം എവിടെ ഉണ്ടാവും, കുഴി എവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലാവില്ല. അതുപോലെ ആയിരിക്കും ഇവിടെ. അതുപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി മെയിൻ റോഡിൽ കയറി ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സിഡ്കോൻ്റെ പുറത്തേക്ക് ഇറങ്ങും നമ്മൾ. അപ്പോൾ നമ്മളിത് മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ അമ്പത്തൂരൊക്കെ എത്തി ഗൈസ്. ഒരു 8 കിലോമീറ്റർ നമ്മൾ കടന്നു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊളത്തൂർ വഴിക്കാണ് ഞാൻ അമ്പത്തൂരിലേക്ക് പോണത്. മെയിനിൽ പോകണില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ ഈ ഇടവഴിക്കോടെ ചെറിയ റോഡാണ്, പക്ഷേ ട്രാഫിക് അധികം ഉണ്ടാവില്ല ഇവിടെ. ചില സമയത്ത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊളത്തൂറിൻ്റെ കൊറട്ടൂറിൻ്റെ അവിടെയുള്ള ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉള്ളൂ ഇനി ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ അത് ഇറക്കേണ്ട സ്ഥലത്ത് പോയി ഇറക്കേണ്ട കാര്യം നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇത് ഇറക്കേണ്ട സ്ഥലത്തെത്തി ഇറക്കിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അമ്പത്തൂരിലേക്ക് തന്നെയാണ്. നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ഇറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് ഇറക്കേണ്ട സ്ഥലവും. അപ്പോൾ ഇറക്കേണ്ട അടുത്തേക്ക് എത്തി തുടങ്ങിയതാണ്ട്. അപ്പോൾ കമ്പനിയുടെ അവിടെ പോയിട്ട് റിവേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിറക്കിക്കോളും. അപ്പോൾ
ആ മുന്നിൽ കാണുന്നത് തന്നെയാണ് കമ്പനി. നമുക്ക് റിവേഴ്സ് ഇട്ട് കൊടുക്കാം, അവരറിയും. അപ്പോൾ ഗൈസ്, നമ്മൾ സമയം ഇപ്പോൾ 9:15 രാത്രി. അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അപ്പോൾ അത് കയറ്റിയൊക്കെ കഴിഞ്ഞു. ഇനി ഇറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ, അമ്പത്തൂരിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ടെലിഫോൺ എക്സ്ചേഞ്ച് സിഗ്നലിൻ്റെ അവിടെ നിന്ന് യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് വേണം നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ യൂട്ടേൺ എടുക്കണം. അത് കഴിഞ്ഞിപ്പോൾ 2 കിലോമീറ്ററോളം ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമുക്ക് പോകണം. ഒരാളും നിർത്തില്ല. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്കൊക്കെ നമ്മൾ അടുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ ഇറക്കിയിട്ട് നമുക്ക്, അപ്പോൾ സമയം ഇപ്പോൾ 10:45 ആയി. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. നമ്മൾ അങ്ങനെ വത്സര ഭാഗം എത്തി. അങ്ങനെ നമ്മൾ KK നഗർ കഴിഞ്ഞ് അശോക് പില്ലർ വഴി നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും. അശോക് പില്ലർ റീച്ചായി നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. Guys, back to home. Time 11:45 around. So hope you guys are enjoying today's vlog. See you next vlog. Till then, bye bye guys.